പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 95ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. MLA യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 95ാം വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും ഹൃദ്യമായ ചടങ്ങുകളോടെ നടന്നു. സ്കൂൾ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചേലക്കര MLA യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രമോദ് മാഷും സാജിദ് മാഷെല്ലാം ആ ടീമിലെങ്കിലും അവർ പുറമേ നിന്ന് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പരിപാടികളെല്ലാം സഹായിക്കാൻ കൊടുത്തിട്ടുള്ള അധ്യാപകരാണ്, മികച്ച രീതിയിൽ ഇടപെടാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ റിട്ടയർ ചെയ്ത് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാതെ ഈ രംഗത്ത് തന്നെ നമ്മുടെ മണ്ഡലത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ ഒന്ന് ഇടപെടൽ നടത്താൻ കൂടെ ഉണ്ടാവണം. എന്നെ സംബന്ധിച്ചിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം പിടിക്കും. പക്ഷെ ഇവിടെ വരുന്ന ആരായാലും ഒപ്പം കൂടെ നിന്ന് വിദ്യാഭ്യാസ രംഗത്ത് നല്ല പോലെ സഹായിക്കാൻ നല്ല കഴിവുള്ള അധ്യാപകരാണ്. അപ്പോൾ അത് ഈ മണ്ഡലത്തിൽ ഉപയോഗം. ഞാനിത് പറഞ്ഞത് നേരത്തെ അങ്ങനെയുള്ള സമയത്ത് ചെല്ലപ്പ മാഷ് നല്ല പോലെ സഹായിച്ചത് കൂടെ നിന്നായിരുന്നു. MLA അല്ലാതെ ആയപ്പോൾ അദ്ദേഹം വിളിച്ചായിരുന്നു, ഇങ്ങനെ നമ്മൾ തുടങ്ങി വെച്ച പദ്ധതിയുടെ ഭാഗമായി ഇതുപോലെ നടക്കുന്നുണ്ട്, റിയാസിലെ നല്ല ഇടപെടൽ നടക്കുന്നുണ്ട്, അതിങ്ങനെല്ലാം ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അന്ന് MLA ഇല്ലാത്തപ്പോൾ അദ്ദേഹം നല്ല പോലെ അറിയിച്ചായിരുന്നു. പക്ഷെ ആ ടീം പ്രവർത്തിച്ചിരുന്നതാണ് എൻ്റെ ഒരു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബുഷറ BM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമുക്ക് പറയാൻ കുറുക്കാൻ കേരള സ്കൂൾ അങ്ങനെ ഓർമ്മകളൊക്കെ അറിയാം. ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 5, 9ാം ക്ലാസ്സുകൾ കട്ടിക പോലും ഇല്ലാതെ നിരന്ന് കിടക്കുന്നിടത്ത് നിന്ന് ഈ 2026 ഇവിടെ നിൽക്കുമ്പോൾ സംസ്ഥാന തന്നെ ഏറ്റവും മികച്ച സ്കൂളായിട്ട് മാറാൻ നമ്മുടെ GHSS പാഞ്ഞാളിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും നമ്മുടെ ഇപ്പോഴത്തെ MLA ശ്രീ പ്രദീപ് അവരുടെയും മുൻപത്തെ MLAയും ഇപ്പോഴത്തെ MPയുമായ ശ്രീ രാധാകൃഷ്ണന്റെയും അതിനു മുൻപ് നമ്മുടെ ബസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശ്രീ PK ബിജു അവരുടെ വക ആണ്. നമുക്ക് നമ്മുടെ മുമ്പത്തെ MP ശ്രീ PK ബിജു അവരുടെയും നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെയും SSKയുടെ ഒക്കെ നിതാന്ത ജാഗ്രതയും ഇടപെടലും കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ഇന്നത്തെ നിലയിലാക്കി മാറ്റിയെടുത്തത്. ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക സത്യ AP, ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അധ്യാപിക ഉമ്മു സൽമ PV എന്നിവർക്ക് ചടങ്ങിൽ വെച്ച യാത്രാമംഗളങ്ങൾ നേർന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കൗന്നനാഥ് ഉപഹാര സമർപ്പണം നടത്തി. 95 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള വിദ്യാലയത്തിന്റെ വളർച്ചയിൽ അധ്യാപകർ നൽകിയ സംഭാവനകളെ ചടങ്ങിൽ പ്രകീർത്തിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത മനോജ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK ശൈലജ, ചാവക്കാട് DEO T രാധ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സരിത സമദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ P നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. CCV ന്യൂസ്, പാഞ്ഞാൾ.